നമസ്കാരം. ഞാൻ കലാശാല മുരളി. 2025 ഒക്ടോബർ 18 മുതൽ മിഥുനം രാശിയിൽ നിന്നും വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. ഡിസംബർ 5 വരെ വ്യാഴം കർക്കിടകൻ രാശിയിൽ ഉണ്ടാകും. അതായത് തുലാം 1 മുതൽ വൃശ്ചികം 18 വരെ വ്യാഴം കർക്കിടകൻ രാശിയിലായി. അപ്പോൾ കർക്കിടകം രാശിയുടെ 7ാം രാശിയായ മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടവര എന്നീ നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിൽ ഉൾപ്പെടുന്നത്. ഈ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ദേവഗുരുവായ ബൃഹസ്പതിയാണല്ലോ വ്യാഴം. ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും സ്ഥിതിയും ഒക്കെ വളരെ ഗുണപ്രദങ്ങളാണ്. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്കാണ് വ്യാഴം വരാൻ പോകുന്നത്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ള രാശികൾക്കൊക്കെയും വളരെ ഗുണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ തന്നെ വ്യാഴം ഒരു നല്ല ഗ്രഹമാണ്. ആർക്കും ഒരു ദോഷവും ചെയ്യുന്ന ഒന്നല്ല. വ്യാഴത്തിൻ്റെ സാന്നിധ്യം, ദൃഷ്ടി ഇതൊക്കെയും ഏതൊക്കെ പാപഗ്രഹങ്ങൾ അവിടെ നിന്നാൽ പോലും ആ പാപഗ്രഹത്തിൻ്റെ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ ആയിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് സംഭവിക്കുക. വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടിയാണ് മകരം രാശിയിലേക്കുള്ളത്. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ ഈ മകരം രാശിക്കുണ്ടാവും. പ്രവൃത്തി മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും. പുതിയ പുതിയ ആശയങ്ങൾ പ്രവൃത്തി മേഖലയിൽ നടപ്പാക്കുകയും അതുമൂലം മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാകും. ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയും അവരിൽ നിന്നും പലവിധ നേട്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ബന്ധു സമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും. ജീവിത പങ്കാളി മുഖാന്തരം പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. അകന്നു നിന്ന ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു കാലയളവാണ്. വിദേശ യാത്രാ തടസ്സങ്ങളൊക്കെ മാറും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യും. പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കുകയും പുതിയ സ്ഥാനമാനങ്ങൾ നേടുകയും അങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയിക്കും. വിദ്യാവിജയം നേടും. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ സൽകീർത്തി ബഹുമാനം ലഭിക്കും. വ്യാപാര ബന്ധങ്ങളൊക്കെയും വിപുലീകരിക്കാൻ കഴിയും. കൂട്ടുകച്ചവടത്തിൽ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അയൽബന്ധങ്ങൾ ദൃഢമാകും. അയൽക്കാരിൽ നിന്നുമൊക്കെ നല്ല സഹകരണവും സഹായങ്ങളും ഒക്കെ ലഭിക്കും. അകന്നു നിന്ന ശത്രുക്കളൊക്കെയും അടുക്കും. ബുദ്ധിപൂർവം പ്രവർത്തിച്ച് തർക്കങ്ങളിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ജനങ്ങളുടെ ഇടയിൽ വ്യക്തിപ്രഭാവം വർദ്ധിക്കും. അങ്ങനെ ജനസമ്മതി നേടാൻ കഴിയും. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുകയും അവയ്ക്ക് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും. ചിരകാല അഭിലാഷം സഫലീകൃതമാണ്. സന്താന ഗുണം, ധനവരവ്, തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും. അങ്ങനെ വളരെ ഗുണകരമായ ഒരു കാലമാണ് ഈ വ്യാഴത്തിൻ്റെ ഈ സ്ഥിതിയിൽ നിന്നും ഈ കൂറുകാർക്ക് ലഭിക്കുക. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.